ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂലി പരാഠയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മൂലി എന്ന് പറഞ്ഞാൽ റെഡിഷ് പരാഠയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. അറിയുന്നവരെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ എന്നെ. അപ്പോൾ അതേ നമുക്കാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കാണാം. മക്കൾക്കോ വലിയവർക്കോ ആർക്കാണ് ഇഷ്ടമില്ലാന്ന് വെച്ചാൽ അവരെല്ലാവരും ഇതേ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് ഇതുപോലെ റെഡിഷ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെള്ളത്തേക്ക് നന്നായിട്ട് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇതുപോലെ ഒരു ഗ്രേറ്റർ നമ്മുടെ കൊപ്രയൊക്കെ ചേർന്ന് ഗ്രേറ്റർ ഇല്ല, അതിനകത്ത് നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് മുഴുവൻ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒത്തിരി വെള്ളമുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് സ്റ്റഫിങ്ങായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മസാലയൊക്കെ ഇട്ട് ആഡ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിന് കുറേ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പിന്നെ നമ്മുടെ ആണെങ്കിൽ പരാഠ ഉണ്ടാക്കുമ്പോൾ എല്ലാം വിതറിപ്പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എല്ലാ വെള്ളങ്ങളൊക്കെ ഉള്ളത് എക്സ്ട്രാ നമുക്ക് മാറ്റി കൊടുക്കണം. അതിന് വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഇളക്കി ഒരു 10 മിനിറ്റേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളമെല്ലാം നമ്മൾ പിഴിഞ്ഞ് മാറ്റി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളാണെങ്കിൽ ആട്ട കുഴയ്ക്കുമല്ലോ ഇപ്പോൾ പരാഠ ഉണ്ടാക്കാൻ, അപ്പോൾ അതിനകത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ തീരെയും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് പിഴിഞ്ഞ് നമുക്ക് വേറെ ബൗളിലോട്ട് വയ്ക്കാം. നമുക്കിതാണെങ്കിൽ സ്റ്റഫിങ്ങിനായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഞാനെല്ലാം പിഴിഞ്ഞ് ഇതുപോലെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം അഥവാ നിങ്ങൾ വേറെ ഏതെങ്കിലും ഗ്രേവിയുള്ള കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനകത്താണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. എല്ലാ വിറ്റാമിനുള്ള ഗുണങ്ങളൊക്കെ ഉള്ള വെള്ളമായത് ഇപ്പോൾ കളയാൻ പാടില്ല. അപ്പോൾ അത് 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് ഏതൊക്കെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ നമുക്ക് അയമോദ് ഇതുപോലെ കൈ കൊണ്ട് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഈ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നില്ല, നമുക്കതിനകത്ത് മുഴുവൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. നമ്മൾ റെഡിഷ് ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഉപ്പിട്ടുള്ള മിക്സാക്കി വെച്ചില്ലേ, അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതിനകത്തുള്ള വെള്ളത്തിലുള്ള ഇത്ര ഉപ്പ് മതി കേട്ടോ, അത്രയും മതിയാവും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അഥവാ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നോർമൽ വെള്ളം ഒഴിച്ച് നല്ലൊരു മീഡിയം സോഫ്റ്റ് ഡോ നമുക്ക് റെഡിയാക്കി. ഒത്തിരി ഹാർഡായിട്ട് കുഴക്കല്ലേ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഫിങ് വെച്ച് ഏത് പരാഠ നമ്മൾ ഉണ്ടാക്കിയാലും നമ്മളാണെങ്കിൽ സോഫ്റ്റായിട്ടേ കുഴയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്, സ്റ്റഫിങ് പുറത്ത് വരും. പിന്നെ അപ്പോൾ ആണെങ്കിൽ തവയിലൊക്കെ ഇട്ട് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് കുറേശ്ശൊക്കെ വരുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒത്തിരി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതുവരത്തേക്ക് നമുക്ക് ഇതിൻ്റെ സ്റ്റഫിങ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ അതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ 1/4 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അതിനകത്ത് നമുക്കാണെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഡ്രൈ മാംഗോ പൗഡർ അതിനകത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇത് ഇല്ലെങ്കിൽ ചാട്ട് മസാല ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കാണെങ്കിൽ ഒരു 3-4 പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കാം. മക്കൾ പച്ചമുളക് കഴിക്കുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ അരിഞ്ഞ് അതും കൂടെ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടി കുറച്ച് ഉപ്പ് മതി കേട്ടോ, ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല. അതുപോലെ നിങ്ങളെല്ലാം മസാലയൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നോക്കണം കേട്ടോ, ഉപ്പൊക്കെ കുറവുണ്ടോ, നമ്മൾ മസാലയൊക്കെ മുളക് പൊടിയൊക്കെ ഇത്ര എരിവും മതിയെങ്കിൽ അത്രയും മതി. അതുപോലെ നിങ്ങൾക്ക് ഇച്ചിരി കൂടി സ്പൈസി കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ എരിവും ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താ കുറവുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി നമുക്ക് നമ്മുടെ സ്റ്റഫിങ്ങും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എങ്ങനെയാണ് പരാഠ ഉണ്ടാക്കാൻ നമുക്കൊന്ന് കാണാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേ ആണെങ്കിൽ നമ്മൾ നോർമൽ ചപ്പാത്തി ഉണ്ടാക്കത്തില്ല, അതിനെക്കാട്ടി ഒരു ഇച്ചിരി കുറച്ച് വലുതായിട്ട് ഉരുളെടുക്കണം. പിന്നെ ഗോതമ്പ് പൊടിക്ക് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഇതുപോലെ പരത്തിയെടുക്കാം. ഞാൻ ഈ വട്ടം ഈസി ആയിട്ടുള്ള കാണിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് നമുക്ക് എങ്ങനെ ബിഗിനർ ആണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും അവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത്. പായ നമുക്ക് പരത്തിയെടുക്കണം. നടുക്ക് ഭാഗം കട്ടയത്തോടെ വേണം, അരുഭാഗം സൈഡ് ഭാഗമൊക്കെ ആണെങ്കിൽ കനം കുറച്ച് വേണം പരത്താനായിട്ട്. അങ്ങനെ വേണേ ചെയ്യാനായിട്ട്. പിന്നെ സ്റ്റഫിങ് നമുക്ക് അധികം നിറച്ച് കൊടുക്കണം. ഏത് പറാഠയാണെങ്കിലും സ്റ്റഫിങ് അതേ വെച്ച് കൊടുക്കാവുള്ളൂ, എന്നാലേ കഴിക്കാനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അത് കണക്ക് സീൽ ചെയ്യുക. പിന്നെ എക്സ്ട്രാ വരുന്ന മാവ് നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നെ കൈ കൂടെ ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഫില്ലിങ് ഒരുപോലെ തന്നെ ആയി കിട്ടും കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഗോതമ്പ് പൊടിക്കാൻ ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒത്തിരി ഒന്നും കൈ അമർത്തിയൊന്നും പരത്തണ്ട, ലൈറ്റായിട്ട് വെച്ചൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് ഇതുപോലെ പരത്തി കൊടുക്കുക. അഥവാ പൊട്ടിയൊക്കെ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നല്ലത് അങ്ങനെയൊക്കെ പൊട്ടി വരുന്നത്. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കത്തില്ലയോ,
ആ മസാലയൊക്കെ ഇറങ്ങി വരുമ്പോൾ എല്ലായിടത്തും ഒരുപോലെയൊക്കെ മസാല ആയി വരും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ നിങ്ങൾക്ക് ഒട്ടും പരത്താൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് വെതറി കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് പരത്തിയെടുക്കുക. പിന്നെ തവ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടാകും. തവ ചൂടായി കഴിയുമ്പോൾ ഇതിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് എണ്ണയോ നെയ്യോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇതാണെങ്കിൽ നമുക്ക് റായ്ത്ത, അച്ചാർ, തൈര്, ടൊമാറ്റോ കെച്ചപ്പ്, മക്കൾക്കൊക്കെ ആണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിനെ കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഒക്കെ നല്ല അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നമുക്കിത് വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. കുറച്ച് തൈരൊക്കെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കിത് കഴിക്കാവുന്നതിൽ 2 എണ്ണം കഴിച്ചാൽ മതി കേട്ടോ. നല്ല ഫുള്ളായിട്ട് നമുക്ക് ഇരിക്കും. നല്ല ഹെൽത്തി പറാട്ട ഇല്ലയോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഹെൽത്തി പറാട്ടയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാറുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയിക്കുക. അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നുപോലെ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ. പുറത്തുനിന്നൊക്കെ ആണെങ്കിൽ ഒച്ച എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണേ. ഫ്ലൈറ്റിലല്ലേ താമസിക്കുക, അപ്പോൾ താഴെ നിന്നൊക്കെ ഒച്ച വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നാളെ വീണ്ടും കാണാം. ബൈ.